ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ റെഡി ചെയ്ത പോലെയാണ് നമ്മുടെ CB350. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച നമ്മുടെ CB350 പിന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക് 350 ആയിട്ട് ചെറിയൊരു കമ്പാരിസനാണ്. അപ്പോൾ പലരും ആ ഒരു വീഡിയോയിൽ CB350 വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ ഇപ്പോഴത്തെ ക്ലാസിക് കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ചുകൂടി നല്ല വൈബ്രേഷൻസ് ഒക്കെ കുറവാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ CB350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ വൈബ്രേഷൻസ് ലെവൽസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പിന്നെ ഏതാണ് ബെറ്റർ എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബിഗ് താങ്ക്സ് ടു കൈസ മോട്ടേഴ്സ്, നമ്മുടെ വയറ്റിലയുടെ അടുത്തുള്ള കൈസ മോട്ടേഴ്സാണ് നമുക്ക് ഈ ഒരു വണ്ടി തന്നേക്കണം. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. അപ്പോൾ ഞാൻ കയറി എന്നിട്ട് വണ്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ വണ്ടി നമ്മുടെ പുതിയ BS 6.2 ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. E20 കംപ്ലൈൻറ്റ് ആയെന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ വണ്ടിയുടെ ഒരു ഫിനാൻസ് സ്കീം, അതായത് ഏറ്റവും ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൽ ഒരു ഫിനാൻസ് സ്കീം ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കൈസ മോട്ടേഴ്സായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് വണ്ടിയിൽ കയറി നിന്നിട്ടുള്ള വ്യൂ. നമ്മുടെ CB350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറെക്കുറെ രണ്ടും ഒരേപോലെ ഇരിക്കുന്നത്, എക്സെപ്റ്റ് ആ ഒരു കൺസോൾ ഏരിയ. നമ്മുടെ CB350 ഈ ഒരു ഏരിയ ഭയങ്കര ചെറുതായിട്ട് തോന്നും, കാരണം ആ ഒരു ഒറ്റ കൺസോളുള്ളൂ. ഇതിൽ നമുക്കൊരു അനലോഗ് കൺസോൾ വരുന്നുണ്ട്, ചെറിയൊരു LCD പറയാം. പിന്നെ ഇവിടെ ക്ലാസ് 3 ഫിൻ ആയിട്ടുണ്ട്, പിന്നെ ഇഗ്നിഷൻ ഇവിടെയാണ് വരുന്നത്. പിന്നെ നല്ല ക്രോമിൽ ഫിനിഷ് ചെയ്യിക്കുന്ന ഒരു ഹാൻഡിലുണ്ട്. ഹാൻഡിൽ കുറച്ചും കൂടി NFAS ഇരിക്കുന്ന ഹാൻഡിലാണ്, കുറച്ചും കൂടി ഷോർട്ടായിട്ട് തോന്നുന്നുണ്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. എന്തായാലും നമുക്ക് ഓടിച്ചിട്ട് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ പൊന്നെ വണ്ടി അപാര റിഫൈൻഡ് ആണോ, എൻ്റെ ദൈവം. ഓ മാൻ, ബൈക്ക് ഫീൽസ് എ ലോട്ട് റിഫൈൻഡ്. ഇത് മിസ്സിങ്ങോ? ഓ, ചെറിയ മിസ്സിങ് ഉണ്ടല്ലോ. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ CB350 ആയിട്ട് ലുക്ക് വൈസ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഏറെക്കുറെ ഒരേപോലെയാണ് ഇരിക്കണം, എക്സെപ്റ്റ് നമുക്ക് ഈ ഒരു ക്ലാസിക്കിനാകുമ്പോഴത്തേക്കും സ്പോക്ക് വീലാണ് വരുന്നത്. നമ്മുടെ CB350 ആകുമ്പോഴത്തേക്കും നമുക്ക് അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേജർ വ്യത്യാസം ഇവിടെ തന്നെയാണ്. നമുക്ക് ഇതിന് ഫ്രണ്ടിൽ 100 സെക്ഷൻ ടയർ 19 ഇഞ്ച്, ബാക്കിൽ ഒരു 18 ഇഞ്ച്, ഇതിന് ഒരു 120 സെക്ഷൻ ടയറാണ് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, സ്പോക്ക് വീൽസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ട്യൂബ്ഡ് വീൽസാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. അവിടെയാണ് നമ്മുടെ CB350 ചെറിയൊരു മുൻതൂക്കം ഉള്ളത്. അതിനാകുമ്പോഴത്തേക്കും അലോയ് വീൽസ് വരുന്നതുകൊണ്ട് തന്നെ സെയിം ടയർ പ്രൊഫൈലാണ്. ഏറെക്കുറെ ബാക്ക് ടയർ കുറച്ചുകൂടി വൈഡറാണ്, 130 വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാറ്റി എടുത്ത് കഴിഞ്ഞാൽ അതിന് വരുന്നത് ഒരു ട്യൂബ്ലെസ് അലോയ് വീൽസ് ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് മേജർ വ്യത്യാസം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സ്പോൺസറിന് പരിചയപ്പെടാം. നമ്മുടെ ബോബോയാണ്. ബോബോ ഭയങ്കര ഫേമസ് ആണ്. ബോബോൻ്റെ മൊബൈൽ ഹോൾഡേഴ്സ് ആണ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുള്ള വെൽ ബിൽഡ് ആയിട്ടുള്ള മൊബൈൽ ഹോൾഡേഴ്സാണ് അവരുടെ. എന്താ പറയുക, വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും മൊബൈൽ ഹോൾഡേഴ്സിൽ യൂസ് വരുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നു, ഒരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഒരു 4 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് വരെയുള്ള ഫോൺസൊക്കെ അതിൽ യൂസ് ചെയ്യും വിത്തൗട്ട് വൈബ്രേഷൻ. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ പറയാതിരിക്കാൻ പോയാൽ ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങൾ സ്കൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂട്ടേഴ്സിനുള്ള മൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഹാൻഡിൽ ബാർ അറിയാമല്ലോ, പല വണ്ടിക്കും പല ഹാൻഡിൽ ബാർ തിക്നെസ്സാണ് വരുന്നത്. നടുക്കുള്ള തിക്നെസ് ആയിരിക്കില്ല അറ്റത്തേക്ക് പോകുമ്പോഴത്തേക്കും. അതിനാണെങ്കിലും അവർ സ്പേസസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ കോഡ് എത്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഗോ ചെക്കൗട്ട് ബോബോ ഗിയേഴ്സ്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നല്ല ക്ലാസിക് ലുക്കുള്ള വണ്ടിയാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു പ്രോപ്പർ ക്ലാസിക് ലുക്കായിട്ട് തോന്നിയത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. അത് എസ്പെഷ്യലി ഈ ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള സ്പോക്ക് വീൽസും ഈ ഒരു പെയിൻറ്റ് സ്കീമും എല്ലാം കൊണ്ട് തന്നെയാണ് ഇതിനാണ് കുറച്ചും കൂടി ആ ഒരു ക്ലാസിക് ലുക്ക് കിട്ടുന്നത്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, നമ്മുടെ CB350 ആക്ച്വലി ഒരു ക്ലാസിക് ലുക്കൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സോൾഡ് ആയിട്ടുള്ള സിംഗിൾ ടോൺ പെയിൻറ്റ് സ്കീം വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത്ര ഒരു ക്ലാസിക് ലുക്ക് കിട്ടുന്നില്ല. ബട്ട് ബോത്ത് ആർ ഗുഡ്. എൻ്റെ ഒപ്പീനിയൻ രണ്ടും അടിപൊളിയാണ്. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ റൈഡിംഗ് പേഴ്സണും കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഏറെക്കുറെ സെയിം ആണ്. രണ്ടിനും ഇപ്പോൾ ഒരേപോലത്തെ സീറ്റാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് രണ്ടിനും വളരെ കുറവാണ്. നമുക്ക് രണ്ട് വണ്ടിയിലായാലും പ്ലാന്റഡ് ഫുട്ടായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. എനിക്കൊക്കെ ഈസിലി പ്ലാന്റഡ് ഫുട്ടാണ്, വലിയ കലിപ്പില്ല. ഒരുവിധം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും സുഖമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ മേജറായിട്ട് നോട്ടീസ് ചെയ്യുന്നത് രണ്ടിനും വെയിറ്റാണ്. നമ്മുടെ ക്ലാസിക് 350ക്ക് 190+ kg വെയിറ്റ് വരുന്നുണ്ട്. നമ്മുടെ CB350 ആവട്ടെ 180 kg അടുത്ത് വെയിറ്റ് വരുന്നുള്ളൂ. 181 186 ഇടയിലാണ് തോന്നുന്നു, അത്ര വെയിറ്റ് വരുന്നുള്ളൂ. അത് നോട്ടീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് നോട്ടീസ് ചെയ്യും. അത് വെയിറ്റ് അത്യാവശ്യം
നിങ്ങൾ ഒരു ഹൈറ്റ് കുറവുള്ള ആളാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഭാരം താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നോട്ടീസ് ചെയ്യാൻ ഒരു വ്യത്യാസം. അല്ലാത്ത പക്ഷം നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 41mm ഒരു ടെലസ്കോപ്പ് ഫോർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്കൊരു ഫോർക്ക് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആദ്യം കൊണ്ടുവന്നത് ക്ലാസിക്കാണ്. പിന്നീട് ഈ സാധനമാണ് അവന്മാർ CB350ലേക്കും കോപ്പി അടിച്ചത് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും ഒരു ക്ലാസിക്കിലൊക്കെ കൊടുക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ആ ഒരു ഹെഡ് ലൈറ്റിൻ്റെ ഒപ്പം കവർ ചെയ്ത് വരുന്ന ഒരു പീസ് ശരിക്കും ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു മാസീവ് ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പെയിൻറ്റഡ് ആയിട്ടുള്ള ഫെൻഡേഴ്സാണ്, പിന്നെ ഒരു സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ലാർജർ ഡിസ്ക് വരുന്നുണ്ട്, ബൈബ്രയുടെ കാലിപ്പേഴ്സാണ് വരുന്നത്. ബ്രേക്കിംഗ് ഒക്കെ ഭയങ്കര പ്രോഗ്രസീവ് എന്നേ പറയുള്ളൂ. ഇതിൻ്റെ ആയാലും CB350 ആയാലും എനിക്ക് ബ്രേക്കിംഗ് പ്രോഗ്രസീവിനെ പറയാനുള്ളൂ. കിടിലം ബൈറ്റെന്നൊന്നും പറയാനില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ് 350ക്ക് വരുന്നത് ബൈബ്രയുടെ ആണെങ്കിൽ നമ്മുടെ CB350ക്ക് വരുന്നത് നിസിൻ്റെ കാലിപ്പേഴ്സാണ്. ഇപ്പോൾ നിസിൻ്റെ കാലിപ്പേഴ്സ് കുറച്ചും കൂടി ബൈറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. ബട്ട് അതിൻ്റെ കാലിപ്പേഴ്സ്, അതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ കാര്യങ്ങളൊക്കെ വില കൂടുതലായിരിക്കും കമ്പയർ ടു ബൈബ്രി. പിന്നെ മൂവിങ് സൈഡ് ഹാർട്ട് ഓഫ് ദി മാറ്റർ ഒരു മെയിൻ എന്താ പറയുക, ഒരു 349cc എയർ കൂൾഡ് എഞ്ചിനാണ്. പവർ എന്ന് പറയുന്നത് അറൗണ്ട് 20 PS ആണ്, വിച്ച് ഐ തിങ്ക് ഒരു പീസ് പവർ എന്തോ CB350 ഞാൻ പറയുന്നത് കുറവാണ്. പക്ഷേ ടോർക്കിൽ ഇതിന് 27 Nm ടോർക്കും നമ്മുടെ CB350ക്ക് അറൗണ്ട് 30 Nm ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വിച്ച് ഈസ് റിയലി ഇംപ്രസീവ്. അതിന് ടോർക്ക് കുറച്ച് കൂടുതലാണ്, ശ്രദ്ധിക്കുക. അതിനൊരു 3 Nm ടോർക്ക് കൂടുതലാണ്. അത് പക്ഷേ നമുക്ക് ലോ RPM അറിയാൻ പറ്റില്ല. വൺസ് നമ്മൾ വലിപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു 3000 RPM കഴിയുമ്പോഴത്തേക്കും നമ്മുടെ CB350ൽ ആ ഒരു എന്താ പറയുക, ഒരു ടോർക്ക് ഇങ്ങനെയാണ് ഫീൽ വരും. ഇതിലങ്ങനെയല്ല, ഇത് നമുക്ക് ശരിക്കും ലോ എൻഡിൽ തന്നെ ആ ഒരു ടോർക്ക് ഫീൽ കിട്ടും. ഇത് കുറച്ചും കൂടി ടോർക്കി ആയിട്ടുള്ള വണ്ടിയാണ് കമ്പയർ ടു CB350. അതായത് CB350 നിങ്ങൾ ഡ്രാഗ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി മോശം റോഡാണെന്ന് ഇരിക്കുക. റഫ് സർഫസിൽ ഐ തിങ്ക് ലോ എൻഡിൽ ഈ വണ്ടി കുറച്ച് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും CB350 നന്നായിട്ട് കയറും. കാരണം അതിൻ്റെ ഒരു പവർ ഡെലിവറി തന്നെ വ്യത്യാസമുണ്ട്, ഫ്യൂലിംഗ് ആണെങ്കിൽ എല്ലാം തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ മൂവിങ് ടു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ CB350നേക്കാളും കുറച്ചും കൂടി ലാർജറായിട്ടുള്ള ഡിസ്ക്കാണ്. അറൗണ്ട് ഐ തിങ്ക് 300 mm അടുത്തിട്ട് വരുന്നൊരു ഡിസ്ക്കാണ് ബാക്കിലും വരുന്നത്. ബട്ട് സ്റ്റിൽ ഇത്ര വലിയ ഡിസ്ക് ഉണ്ടായിട്ടും ബ്രേക്കിംഗ് ഭയങ്കര പ്രോഗ്രസീവാണ്. സെയിം CB350 ആണെങ്കിലും രണ്ടിനും ബ്രേക്കിംഗ് പ്രോഗ്രസീവ് എന്നേ പറയാനുള്ളൂ. അത് ഈ ക്ലാസിക് വണ്ടിയുടെ ഒരു നേച്ചറാണെന്ന് എനിക്ക് തോന്നുന്നത്. പൊതുവേ ബ്രേക്കിംഗ് ഭയങ്കര പ്രോഗ്രസീവാണ്. പിന്നെ ലോങ്ങർ ആയിട്ടുള്ള എക്സോസ് വരുന്നുണ്ട്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള നോയ്സാണ്. നമ്മുടെ യൂസ് എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സൗണ്ട് ആ ഒരു തമ്പിനെസ് ഇല്ല, ബട്ട് സ്റ്റിൽ നല്ല രസമാണ് കേട്ട് ഓടിക്കാനായിട്ട്. പിന്നെ ബാക്കിൽ ഒരു 120 സെക്ഷൻ ടയറുണ്ട്, പാലറ്റിൻ ജലൈസാണ് ഞാൻ പറഞ്ഞു, ട്യൂബിൾ ടയേഴ്സാണ്. പിന്നെ ബാക്കിൽ ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്. യെസ്, പറയാൻ വിട്ടു, വണ്ടിക്ക് ഫുൾ ബൾബാണ്. ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്, ബൾബ് ടെയിൽ ലൈറ്റാണ്, ബൾബ് ഹെഡ് ലൈറ്റാണ് വരുന്നത്. ഫ്രണ്ടിലാണെങ്കിലും ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. നമ്മുടെ CB350 ആവട്ടെ LED ഇൻഡിക്കേറ്റേഴ്സും LED ഹെഡ്ലൈറ്റും വരുന്നുണ്ട്. അതാണ് മേജർ ഡിഫറൻസ്. ഐ തിങ്ക് CB350 ടെയിൽ ലൈറ്റ് മാത്രമേ ഏറെക്കുറെ ബൾബിലൊക്കെ കൊടുക്കുന്നുള്ളൂ. എനിക്കൊരു ബൾബാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു സാരി കാർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് വരും. ശ്രദ്ധിക്കുക, നമ്മുടെ CB350 ആണെങ്കിൽ സ്ലിപ്പ് ആൻഡ് ക്ലച്ച് വരുന്നുണ്ട്. ഇതിന് അങ്ങനത്തെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഗിയർ ബോക്സ് വലിയ കലിപ്പില്ല. നമ്മുടെ യൂസ് ചെയ്യാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഗിയർ ബോക്സ് ആണ്, വലിയ തിരക്കേടില്ല. പിന്നെ സീറ്റ്സൊക്കെ നോക്കുവാണെങ്കിൽ രണ്ടിൻ്റെ ഏറെക്കുറെ സെയിം ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ വീഡിയോ സൈഡ് ബൈ സൈഡ് ഇട്ട് കാണിച്ചാൽ ഏറെക്കുറെ സീറ്റൊക്കെ സെയിം ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഒരു 5.5 ഉള്ളവർക്ക് വരെ സുഖമായിട്ട് കയറിയിരിക്കാൻ പറ്റും. ആയിക്കോട്ടെ നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് 350 ആകുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 190+ kg വെയിറ്റ് വരുന്നുണ്ട്. CB350 ആകുമ്പോഴത്തേക്കും 185 ആണെന്ന് തോന്നി, ഞാൻ കൃത്യമായിട്ട് താഴെയിടാം. വെയിറ്റ് വരുന്നുണ്ട്. അതിൽ ശരിക്കും വെയിറ്റ് ഫീൽ ചെയ്യില്ല. ഇതിൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ലെന്നല്ല, നിങ്ങളൊരു വെയിറ്റ് കുറഞ്ഞ ആളാണ്, നിങ്ങൾക്ക് അത്യാവശ്യം പൊക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വൺസ് നിങ്ങൾ ഗിയറൊക്കെ ഇട്ട് ഓടിക്കുമ്പോഴത്തേക്കും ഈസിലി ആ വെയിറ്റ് ഒന്നും ഒരു വിഷയമല്ല. പിന്നെ കൺസോളും സ്വിച്ച് കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്താ പറയുക, റോട്ടറി സ്വിച്ചസ് വരുന്നത്. ഐ തിങ്ക് എനിക്ക് CB350യിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട സ്വിച്ച് കേസ് ഇതാണ് കുറച്ചും കൂടി ആ ഒരു ഫീലുള്ളത് ഇതിനാണ്. നമുക്കിവിടെ ഹൈ ബീം ലോ ബീം വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഓൺ വരുന്നുണ്ട്. ഇവിടെ എൻജിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ടറും ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഒരു കോഷൻ ലാമ്പിൻ്റെ ഒരു ബട്ടണും വരുന്നുണ്ട്. പിന്നെ മാസ് സിലിണ്ടറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാസ് സിലിണ്ടേഴ്സാണ് ഇതിന് വരുന്നത്. നമ്മുടെ CB350 ആവട്ടെ നോർമൽ ടൈപ്പ് സ്വിച്ച് കേസും കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ CB350ക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാരണം വരുന്നുണ്ട്. ഇതിൽ അങ്ങനത്തെ ഫീച്ചർ ഒന്നുമില്ല, ബ്ലൂടൂത്തും ഇല്ല, ഒന്നുമില്ല. ആകെയുള്ളത് ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, അത് മൈൽസിലും കാണിക്കുന്നുണ്ട്, കിലോമീറ്റേഴ്സിലും കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ലെവൽ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് F കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ ടോഗിൾ ചെയ്യുന്നത് ട്രിപ്പ് F മാറി സമയം കാണിക്കുന്നുണ്ട്. പിന്നെ എത്ര വണ്ടി ടോട്ടൽ ഓടി, ട്രിപ്പ് 1 ട്രിപ്പ് 2, ദാറ്റ്സ് ഇറ്റ്. വേറെ ആർഭാടമായ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഈ വണ്ടി കാണിക്കുന്നില്ല. ഐ തിങ്ക് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളും ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CB350 ചൂസ് ചെയ്യാം. അതിൽ വോയിസ് കൺട്രോളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടെക്
ലുക്കിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഒരു മുൻതൂക്കം CV350 എന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വൈബ്രേഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, രണ്ട് വണ്ടിയും നമ്മൾ ശരിക്കും വലിപ്പിക്കും. ഐ മീൻ ഹയർ RPMലേക്ക് ക്ലൈംബ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് വണ്ടിയിലും കണക്കാണ്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CV350 ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയുടെ എൻജിൻ വൈബ്രേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്താ പറയുക, വണ്ടിയുടെ പാനൽസ് അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. ബട്ട് ഇതിലങ്ങനെയല്ല, നമ്മൾ എൻജിനും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് പെക്സിൽ നിന്നും വൈബ്രേഷൻ കിട്ടുന്നുണ്ട്, പിന്നെ ഈ ഹാൻഡിൽ നിന്ന് ചെറുതായിട്ട് വൈബ്രേഷൻ കിട്ടുന്നത്. ഞാൻ ഇതിന് നെഗറ്റീവിറ്റിക്കല്ല, രണ്ട് വണ്ടിക്കും വൈബ്രേഷൻ ഉണ്ട്. രണ്ട് വണ്ടിയും പുണ്യാളന്മാരൊന്നുമല്ല, നല്ല വൈബ്രേഷൻ അല്ല. നമ്മൾ ഇതൊന്നും മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യൂക്കോ NS ഓടിക്കുന്ന പോലെ പറപ്പിച്ച് ഓടിക്കുന്ന വണ്ടിയൊന്നുമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസിൽ നിങ്ങൾ ഇത് നോട്ടീസ് ചെയ്യാനേ പോകണില്ല. ഇനി നിങ്ങൾ വലിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. അല്ല നിങ്ങളൊരു 85 ക്രൂസ് ചെയ്യുന്ന ഒരു നോർമൽ ടൈപ്പ് ആളാണെങ്കിൽ രണ്ട് വണ്ടിയും ബെറ്ററാണ്. വലിയ വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് വണ്ടി നൈസാണ് ഓടിക്കാനായിട്ട്. പിന്നെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ചോയ്സ്. നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി വേണോ ഹോണ്ടയുടെ വണ്ടി വേണോ എന്നുള്ള ചോയ്സാണ്. അത് പറയാൻ കാര്യം, റോയൽ എൻഫീൽഡ് ആകുമ്പോൾ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഒരുവിധം കേരളത്തിൽ അക്രോസ് അവൈലബിൾ ആണ്, സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്, മെക്കാനിക്സ് ഉണ്ട്. റോയൽ എൻഫീൽഡിൽ പണി അറിയാവുന്ന ഒരുപാട് മെക്കാനിക്സ് നമ്മുടെ ലോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ CV350 അവിടെയാണ് പാളിച്ച പറ്റിയത്. പാളിച്ചാന്ന് പറയാൻ പറ്റില്ല, അത് ബിഗ് വിങ് ഷോറൂമിൽ മാത്രമേ വണ്ടി കിട്ടുള്ളൂ. നോർമൽ ഹോണ്ട ഷോറൂമിൽ പോയിട്ട് വണ്ടി ഡെലിവറി എടുക്കാനോ വണ്ടിയുടെ സർവീസ് സെയിൽസ് ഒന്നും അവിടെ കിട്ടില്ല. അതൊരു ഡ്രോബാക്കാണ് നമ്മുടെ CV350യുടെ. പിന്നെ എന്താ പറയുക, അതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ആണെങ്കിലും നമുക്ക് ബിഗ് വിങ്ങിൽ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഹോണ്ട കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഒരു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഐ തിങ്ക് ഒരു 500 രൂപ അധികം അത്ര ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഗായ്സ്, നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ വിശേഷങ്ങളായാലും പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ എക്സോസ് നോട്ട് തന്നെയാണ് കേട്ടോ. CV350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടി, എൻ്റെ ദൈവമേ, ന്യൂട്രൽ ഇല്ലേ. വാവ്, ടേണിംഗ് റേഡിയസ് ഇസ് ബ്രില്യൻ. ടേണിംഗ് റേഡിയസ് എനിക്ക് CV350യിലും കുറച്ചുകൂടി അധികമായിട്ട് തോന്നുന്നുണ്ട്. ഓൾറൈറ്റ്, വാവ് മാൻ, വണ്ടി ശരിക്കും റിഫൈൻഡ് ആയിട്ടുണ്ട് കേട്ടോ. പഴയ ആ ഒരു UC എൻജിൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു J സീരീസ് വളരെ ഇമ്പ്രസീവാണ്. നന്നായിട്ട് റിഫൈൻഡ് ആയിട്ടുണ്ട്. യെസ്. പിന്നെ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ് നോട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ലൗഡറാണ്. ഈവൻ അറ്റ് ലോവർ RPMൽ പോവുകയാണെങ്കിലും കണ്ടോ, ഇതിൻ്റെ എക്സോസ് നോട്ട് കുറച്ചും കൂടി ലൗഡറായിട്ട് തോന്നി. നമ്മുടെ ഹൈനസിന് ഇപ്പോൾ കുറച്ചും കൂടി ടോൺ ഡൗൺ ചെയ്ത പോലെ തോന്നണേ. ആ ഒരു പഴയ നോട്ടും കൂടി ഇല്ല. വലിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടോട്ടാ, പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടല്ലോ. ബട്ട് ഇതിൽ രണ്ടിൽ എന്നോട് ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു റിലയബിലിറ്റി പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് CV350 മേക്ക് മോർ സെൻസ്. അതിനർത്ഥം ഇത് റിലയബിൾ അല്ലെന്നല്ല, ഇതിനെപ്പോൾ റിലയബിൾ ആണെന്നല്ല പറഞ്ഞു വരുന്നത്. നിങ്ങൾ നോക്കണ പോലെ ഇരിക്കും. ഹോണ്ട വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അബ്യൂസ് താങ്ങാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് ഇതിന് മോശമാക്കി പറഞ്ഞതല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ റിപ്ലൈ തരാം. കണ്ടോ, ഇത്രയും ഹയർ RPയിൽ വലിപ്പിക്കുന്നതിന് മാത്രമേ നമുക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു നോർമൽ അനോയിങ് അല്ലാത്തൊരു എരമ്പലേ ഉള്ളൂ. അത് 350cc എരമ്പലിനെ പറയാനുള്ളൂ.